ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് ഹരിദ്വാർ ഭാഗവത സപ്താഹം ഗംഭീരമായിട്ട്, അങ്ങനെ തന്നെ പറയണം, ഗംഭീരമായിട്ട് സമാപിച്ചു. എല്ലാവർക്കും പോയ എല്ലാവരും ഒരുപോലെ അത് അനുഭവിച്ചു, ആസ്വദിച്ചു. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടായിരുന്നു. ധാരാളം പേര് പ്രാർത്ഥന നേരിട്ടും അല്ലാണ്ടൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വന്നാൽ വിശേഷം പങ്കുവയ്ക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെയാണ് തിരിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യം ലൈവ് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലൈവ് വരികയാണെങ്കിൽ കുറച്ച് വീഡിയോകളൊക്കെ അവിടുന്ന് പലരും എടുത്തതുണ്ട്. ഞാനൊന്നും വീഡിയോ എടുത്തതല്ല, മറ്റു പലരും എടുത്തത് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടൊരു നിങ്ങൾക്കും കൂടി ഒരു ദൃശ്യം ആയിട്ട് കൂടിയും അനുഭവമാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലൈവായിട്ട് വരാത്തത്. അപ്പോൾ എല്ലാവരുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. കാരണം ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത്രയും ഒരു അത്ഭുതമായിരുന്നു. അച്ഛൻ ആനന്ദതടത്തിൽ വച്ചിട്ട് സപ്താഹമുണ്ട്, മോള് വരുന്നോ എന്ന് ചോദിച്ചപ്പോഴും അച്ഛൻ്റെ കൂടെ പോകാനുള്ളൊരു കൊതി, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ചൊരു യാത്ര, അത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. അപ്പോൾ ആ ഒരു കൊതി ഉണ്ടായിരുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോവുക എന്നുള്ളത്. അതിലപ്പുറം ഭാഗവതത്തിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഭാഗവതം കേൾക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും മാത്രമാണ്. അവിടെ ഇരുന്നാൽ സ്വസ്ഥമായിട്ട് പൂർണ്ണമായിട്ട് കേൾക്കാം. അപ്പം അച്ഛൻ പറഞ്ഞതും അത് തന്നെയാണ്. മോളുടെ പിറന്നാളിനോടനുബന്ധിച്ച് വീട്ടിൽ ഒരു ഭാഗവതം നടക്കാനിരിക്കുകയല്ലേ, അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വന്നിരുന്നിട്ട് ഭാഗവതം കേൾക്കാൻ സാധിച്ചാൽ അത് പുണ്യമല്ലേ, അപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ഷണം ഒരുപാട് കാത്തിരുന്നു കൊതിയോട് കൂടിയിട്ട്. ആ യാത്രയാണ് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വാക്കുകളെയൊക്കെ കേട്ടുകൊണ്ട് കൂടെ യാത്ര. അതിലും അപ്പുറത്തൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗവതം കേൾക്കുക, അത് രണ്ടും ഉണ്ടായിരുന്നു, വേറൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാന്റെ കാരുണ്യം ഇത്രമേൽ ഓരോരുത്തരിലും എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയുമ്പോഴേ അറിയുള്ളൂ. കാരണം നമ്മൾ അതിനായിട്ടൊരു പ്രയത്നവും ചെയ്യാണ്ട്, യാതൊരു വിധത്തിലുള്ള പ്രയത്നവും ചെയ്യാണ്ട് നമ്മളിലേക്ക് ആ കാരുണ്യം ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്ന് ഫെബ്രുവരി 13 ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് നല്ല സത്സംഗം തന്നെയായിരുന്നു. വൃന്ദാവനത്തിൽ പോണേക്കാളും ഒരു വ്യത്യാസമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇത്. വൃന്ദാവനത്തിൽ നമ്മൾ കൃഷ്ണ ഭജനകൾ പാടി കൃഷ്ണകഥകൾ പറഞ്ഞ് ഒരു തരം പ്രേമ ഭാവത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ അച്ഛൻ കുറേ അറിവുകളെ പറഞ്ഞു തരികയായിരുന്നു ഓരോന്നും. ഇപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഭാഗവതത്തിലെ ഒരു ശ്ലോകം വായിക്കുമ്പോൾ അത് ഭാഗവതത്തിലെ ശ്ലോകത്തിനോട് കൂടിയിട്ട് ഭഗവത്ഗീതയും നാരായണീയവും എല്ലാം കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു തത്വത്തെ അങ്ങനെ പറഞ്ഞു തരിക. പൂർണ്ണമായിട്ട് എൻ്റെ തലയിലൊന്നും അത് നിൽക്കണില്ല, കാരണം എനിക്ക് അത് ആദ്യത്തെ അനുഭവമായതുകൊണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ എനിക്ക് നന്നായി അത് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിച്ചു. പറഞ്ഞ് നിങ്ങൾക്ക് തരാനുള്ള ഒരു അനുഭവം എനിക്കൊരു അറിവില്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്. ഓരോന്നും ഒരു ശ്ലോകം അങ്ങോട്ട് പറയുമ്പോൾ ആ ശ്ലോകത്തിൽ ചിലപ്പോൾ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം അച്ഛൻ പറയണേ, പക്ഷേ ആ ശ്ലോകം രാമായണത്തിലും അതേ വിധത്തിലുള്ള ആ ഒരു രാമായണത്തിൽ നിന്ന്, അതുപോലെ ഭഗവത്ഗീതയിൽ നിന്ന് എടുക്കുന്ന അതേ ശ്ലോകത്തിൻ്റെ അർത്ഥമുള്ളത് ഭാഗവതത്തിലുണ്ടാവും, അതേ അർത്ഥമുള്ളത് നാരായണീയത്തിലുണ്ടാവും. ഇതെല്ലാം ചേർത്തിട്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ മറ്റതെല്ലാം ഓർമ്മ വരണം എന്നുള്ള ഭാവത്തിലാണ് അച്ഛൻ സത്സംഗങ്ങൾ. ആ അച്ഛൻ്റെ അമ്മയുടെയും
ആ ഒരു പ്രായത്തെ പോലും അവർ മറന്നിട്ട് ഇത് അത്രയും നമ്മളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു അതോട് കൂടിയിട്ട് അവർക്ക്, കാരണം യാത്രാ ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നുമില്ല. അവിടെ കയറിയിരുന്നാൽ അദ്ദേഹത്തിന് കുറച്ച് സമയം മാത്രം ഇടവേളകളല്ലാത്തത്, രാത്രി ഉറങ്ങണ സമയമല്ലാത്തതൊക്കെ സത്സംഗം തന്നെയായിരുന്നു. ഓരോ ഭാഗങ്ങളെയും പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങനെ ഹരിദ്വാറിലെത്തി. അപ്പോൾ ഈ ഒരു സത്സംഗങ്ങൾ ഭാഗവതം കേൾക്കാനുള്ള ഒരു ഇഷ്ടത്തെ വർദ്ധിപ്പിച്ചു, അത്രയേ പറയാൻ പറ്റുള്ളൂ. ഹരിദ്വാറിലെത്തി അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് വീണ്ടും ഭഗവാന്റെ കാരുണ്യ അത്ഭുതം. കാരണം ഹരിദ്വാർ ഒരു അയ്യപ്പ ക്ഷേത്രം, ഒരു ക്ഷേത്രമല്ല, അതിലും ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ ഒരു ക്ഷേത്രത്തിലിരുന്നിട്ടാണ് ചെയ്യുക എന്നുള്ളത്. ആനന്ദതടത്തിലൊരു ക്ഷേത്രം, അത്രേ വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞാനും പ്രതീക്ഷിച്ചിരുന്നുണ്ടായിരുന്നില്ല. ഹരിദ്വാറിലൊരു അയ്യപ്പ ക്ഷേത്രം, ഒന്നിലോ വിഷ്ണു ക്ഷേത്രം ആയിരിക്കാം, അല്ലെങ്കിൽ ശിവക്ഷേത്രം ആയിരിക്കാം. വിഷ്ണു മഹേശ്വരന്മാർ അങ്ങനെയാണല്ലോ. ആ ഹിമവാന്റെ താഴ്വരയിൽ ഗംഗാതടത്തിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് ഒരു സന്നിധാനമാണല്ലോ ഹരിദ്വാർ. അപ്പം അങ്ങനെ ക്ഷേത്രമല്ല, അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പല ദിക്കിലും പോകുമ്പോൾ ഒരു ക്ഷേത്രം കാണും. അത്രയും ഒരു ക്ഷേത്രമാണ് എന്ന് മാത്രമേ ധരിച്ചു വശമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം പറയണത് എന്താണെന്ന് വെച്ചാൽ 1950 എനിക്ക് ഡേറ്റ് അത്ര ഓർമ്മയില്ല, അറിവുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഡേറ്റുകളൊന്നും ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചൊന്നും പറയരുത്. അപ്പോൾ ഏകദേശം 50 ആണ് ഈ ഇവിടെ ശബരിമലയിൽ ഒരു തീപിടുത്തം ഉണ്ടായിത്രേ. ആ സമയത്ത് എല്ലാം കത്തി നശിച്ചു, വിഗ്രഹം അടക്കം നശിച്ചു പോയി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം 10-28 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം ഗോവിന്ദൻ അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വനാമം. അപ്പോൾ ഈ സ്വാമി അവിടെ 28ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ശബരിമലയിൽ എത്തേണ്ടത്. അതോടുകൂടിയിട്ട് അദ്ദേഹം ആ അയ്യപ്പൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായിട്ട് തീർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അയ്യപ്പ സന്നിധിയിൽ തന്നെ അദ്ദേഹം താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ അയ്യപ്പൻ്റെ സാധാരണ പണ്ട് ഇപ്പോഴത്തെ പോലെയല്ല. ആദ്യമൊക്കെ 41 മണ്ഡലക്കാലം കഴിഞ്ഞ് നടടച്ച് ഇറങ്ങുക ചെയ്യുക. പിന്നെ അധികം ആൾക്കാരൊന്നും ആരും അവിടെ പോവലില്ല. ഇപ്പോഴാണ് എല്ലാ മാസവും പോകാനൊക്കെ തുടങ്ങിയത്. അന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എല്ലാവരും വന്നാലും ഇദ്ദേഹം ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അവിടെ ശബരിമലയിൽ തന്നെ കഴിഞ്ഞുകൂടുമായിരുന്നു. സ്വാമിയായിട്ട് സന്യാസം സ്വീകരിച്ചത് തന്നെ ശബരിമലയിൽ നിന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞ് കേട്ടൊരു ഓർമ്മ. അങ്ങനെയാണ് കേട്ടോ, പൂർണ്ണമായിട്ട് അതിങ്ങനെ ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിമോചനാനന്ദ എന്നാണ് ആ സ്വാമികളുടെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തീപിടുത്തത്തിന് തൊട്ട് തലേ രാത്രിയിൽ അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടായി. അദ്ദേഹത്തിനോട് നേരെ ഹരിദ്വാറിലേക്ക് പോകാനായിട്ട് അയ്യപ്പൻ്റെ ഒരു നിർദ്ദേശം പോലെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരെ ഹരിദ്വാറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ പോലെയൊന്നുമല്ല. നമുക്ക് അദ്ദേഹം പല വിധത്തിലും അങ്ങനെ യാത്രകൾ ചെയ്ത് ഹരിദ്വാറിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ പോലെ ഉള്ള മാധ്യമങ്ങളോ കാര്യങ്ങളോ വിവരങ്ങൾ അറിയാൽ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ആ ഭഗവാന്റെ ഭഗവാന്റെ നിയോഗമാണല്ലോ, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കൊണ്ട് ഹരിദ്വാറിൽ പോയിട്ട് കുറച്ച് നേരം ഹരിദ്വാറിൽ തപസ് ചെയ്യാനാണ് അദ്ദേഹത്തിനോട് അയ്യപ്പസ്വാമി ആവശ്യപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹം പോയതിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം അഗ്നിക്കിരയായത്. അപ്പോൾ അവിടെ വച്ചിട്ട് ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് അവിടെയുള്ള ആളാണല്ലോ, എപ്പോഴും അവിടുന്ന് പോവില്ല, സ്ഥിരമായിട്ട് അവിടെയാണെന്നുള്ളതൊക്കെ അറിയുന്നവരുണ്ടായിരുന്നു. ഇദ്ദേഹം പോയതറിഞ്ഞില്ല, ഹരിദ്വാറിലേക്ക് പോയതറിഞ്ഞില്ല. അപ്പം അവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ വിമോചനാനന്ദ സ്വാമികൾ ഈ അഗ്നിയിൽ പെട്ടു എന്നുള്ളതാണ് അവർ വിചാരിച്ചത്, തീപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ അന്നത്തെ പത്രങ്ങളിലൊക്കെ ആ വാർത്തയൊക്കെ വലുതായിട്ട് വന്നു അത്രേ. അങ്ങനെ അദ്ദേഹം ഇതൊന്നും അറിയണില്ല. അദ്ദേഹം അവിടെ ബദരിയിൽ ഇങ്ങനെ കഴിയണ സമയത്ത് ആ ബദരിയിലേക്ക് അദ്ദേഹത്തെ അറിയണം ആരോ ബദരിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിനെ അവിടെ വെച്ച് കാണും.
അപ്പോൾ 50-ലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, നിശ്ചയമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വെച്ച് കാണും. അന്നത്തെ പത്രവാർത്തകളൊക്കെ പറയുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വേഗം തിരിച്ച്, അത് അയ്യപ്പൻ്റെ ഒരു നിയോഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വന്നിട്ട് ഭഗവാന്റെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം എന്നാണ് പറഞ്ഞു കേട്ടത്. ഒരേ ഒരു ശില്പിയെ കൊണ്ട് 3 പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അതും ഭഗവാന്റെ നിയോഗം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപോലെയുള്ള 3 വിഗ്രഹങ്ങളായിരുന്നു അത്ര ഉണ്ടാക്കിയത്. അതിൽ ഒന്ന് ശബരിമലയിൽ പ്രതിഷ്ഠ ചെയ്തു. മറ്റൊരു വിഗ്രഹമാണ് ഇപ്പോൾ ഈ ഹരിദ്വാറിൽ പ്രതിഷ്ഠ ചെയ്ത്. ഹരിദ്വാർ അവിടെ ഒരു സ്ഥലം അതിനായിട്ട് കണ്ടു. അപ്പോൾ ആ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ച ഒരു സ്ഥലം അവിടെ കണ്ടു. അപ്പോൾ അവിടെ കൊണ്ട് പ്രതിഷ്ഠ ചെയ്തു. പ്രതിഷ്ഠിക്കാനായിട്ട് അവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലെങ്കിലും അദ്ദേഹം ആ സ്ഥലത്ത് ഈ വിഗ്രഹം വെച്ച് പൂജിച്ചു പോന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വിഗ്രഹം വെച്ച് പൂജിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അങ്ങനെ ആ ഒരു സ്ഥലത്ത് പൂജിച്ച് പോരുന്ന സമയത്ത് ഒരു ഹരിപ്രസാദ് ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹത്തിനെ പരിചയപ്പെടാനിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ സംസാരിക്കില്ല, ജന്മനാ സംസാരിക്കാത്ത കുട്ടിയാണ്. അതിനെ പറ്റിയിട്ട് സ്വാമിജിയോട് സങ്കടം വന്നപ്പോൾ സ്വാമിജി പറഞ്ഞു, 41 ദിവസം വ്രതമെടുത്തിട്ട് ശബരിമല അയ്യപ്പനെ പോയി തൊഴുതോളൂ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് അതിന് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്ന് ഈ കുട്ടിയും കൂട്ടിയിട്ട് 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയിൽ വന്നു. ആ ശബരിമലയിൽ വന്ന ശബരിമല ദർശനം കിട്ടി. ഇവിടെ ധാരാളം സ്വാമിമാർ ഉറക്കെ ശരണം വിളിച്ചുകൊണ്ട്, അത് ആ കുട്ടിയുടെ ആ ശരണം വിളി അവന് പെട്ടെന്ന് അവൻ്റെ ശബ്ദം പുറത്തേക്ക്, അവനും ഉറക്കെ ശരണം വിളിച്ചു. ആ കുട്ടിക്ക് സംസാരശേഷി കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. അത് ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിന്. അത് അത്ഭുതമായ ഒരു അനുഭവമായിരുന്നു ഹരിപ്രസാദ് ശർമ്മയ്ക്ക്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരണ്ട, ഈ അയ്യപ്പനെ ഇരുത്താനായിട്ട് കുറച്ച് സ്ഥലം, അയ്യപ്പന് സ്വന്തമായിട്ട് അതിന് കുറച്ച് സ്ഥലം വേണം, അങ്ങനെ ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രം വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് 1955 ഇദ്ദേഹമാണ് അത്ര അവിടെ ആ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ, എന്നുവെച്ചാൽ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ, ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ അവിടെയുള്ളത് പയ്യന്നൂരുള്ള ഒരു വിഷ്ണു നമ്പൂതിരിയാണ് അവിടുത്തെ മേൽശാന്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനീ പറയുന്നത്, അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പം അന്ന് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലരോടുമൊക്കെ ഭഗവാന് നൈവേദ്യം നടത്തിയത് തന്നെ ഓരോരുത്തരോട് ഇങ്ങനെ ചെന്ന് ഭിക്ഷ യാചിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കിട്ടണതൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചതും ശബരിമലയിലത്തെ ഈശ്വരൻ തിരുമേനി തന്നെയാണ് അവിടെ ചെന്നിട്ട് ചെയ്തത്. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അമ്പിളി കൃഷ്ണൻ തിരുമേനി എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ അവിടെ തന്ത്രിയായിട്ട് നിയോഗിച്ചു. പിന്നീട് ഈ ഇപ്പോൾ ചേറ്റൂര്, പയ്യന്നൂര്, ആ ചേറ്റൂര് ഇല്ലത്തുള്ള ഈ ഇപ്പോഴത്തെ വിഷ്ണു തിരുമേനിയുടെ വലിയച്ഛനാണ് അന്ന് ആദ്യമായിട്ട് അവിടെ പൂജയ്ക്കൊക്കെ ചെയ്തത്. പിന്നെ അദ്ദേഹമാണ് ഇന്ന് കണ്ട രീതിയിലേക്ക് ആ ക്ഷേത്രം ഉയരാനായിട്ട് പലതും ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഇപ്പം ഒരു നേരത്തെ ആഹാരത്തിന് ഭഗവാന് നൈവേദ്യത്തിന് ഇല്ലാണ്ടാവുമ്പോൾ പലരോടും ചോദിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അന്ന് വിഷ്ണു തിരുമേനി പറയേണ്ട, അന്നൊന്നും ഇവർക്ക് നിത്യ കാര്യങ്ങൾക്ക് പോലും അവിടെ സൗകര്യം ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായി ക്ഷേത്രം, അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടാണ് കുളിയും മറ്റുള്ള നിത്യ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറയണത്. പിന്നീട് വലിയ വലിയ പലരും വന്നിട്ട് അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പേര് അടക്കം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ധാരാളം പൈസ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ട, പേര് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ട് വേണ്ട, മനസ്സറിഞ്ഞിട്ട് ഭഗവാനായിട്ട് എന്തെങ്കിലും തരാൻ പറ്റിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊന്നും വാങ്ങിയില്ല എന്നാണ് പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ട്രസ്റ്റ് അവിടുത്തെ ഡൽഹിയിലൊരു ട്രസ്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വലിയച്ഛനായിരുന്നു, പിന്നെ അച്ഛനായി. അച്ഛൻ്റെ ഇപ്പോൾ വിഷ്ണു തിരുമേനി അങ്ങനെയാണ്. അവർ പയ്യന്നൂരാണ് അവരുടെ.
അപ്പം അദ്ദേഹത്തിൻ്റെ പൂജാതി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതത്തോട് കൂടിയിട്ടാണ്. ശബരിമല ഉള്ള അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് 3 വിഗ്രഹത്തിൻ്റെ കാര്യം അത് ഞാൻ ഇടയിൽ മറന്നു. 3 വിഗ്രഹം എന്ന് പറഞ്ഞല്ലോ, അതിലൊരു വിഗ്രഹം പിന്നീട് ആ സ്വാമികൾ സ്ഥാപിച്ചത് കാശിയിലാണെന്ന് പറയുന്നു. കാശിയിലാണ്, തിലഭണ്ഡേശ്വരനോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു, അവിടെയാണ് ആ ഒരു വിഗ്രഹം സ്ഥാപിച്ചത്. അങ്ങനെയാണ് കേരളത്തിന് പുറത്ത് ആദ്യത്തെ അയ്യപ്പക്ഷേത്രം ഈ ഹരിദ്വാർ അയ്യപ്പക്ഷേത്രം, പിന്നീട് കാശിയിലെ അയ്യപ്പക്ഷേത്രം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ രാവിലെ നമുക്ക് എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലൊക്കെ ശബരിമലയ്ക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷേ പോകാനൊന്നും സാധിച്ചില്ല. പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹമൊന്നും മനസ്സിലില്ലാണ്ടായി. ഗുരുവായൂരപ്പൻ എന്നുള്ള ഒരു ഭാവത്തിലെല്ലാം ആ ഭഗവാനിനോട് ഉള്ള ഭാവത്തിൽ, പിന്നെ പ്രത്യേകിച്ച് അവിടെ പോയി അയ്യപ്പനെ തൊഴണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഇല്ലാതെ കണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ശബരിമലയിൽ പോയിട്ട്, എൻ്റെ ഭർത്താവ് ശബരിമലയിൽ പോയി വന്നിട്ട് അവിടുത്തെ ആ ഹരിവരാസനം പാടിയിട്ട് ഭഗവാനെ ഉറക്കണതും, ആ ഭഗവാനെ ഉറക്കണ സമയം അതിന് മുമ്പ് ഭഗവാന് ധാരാളം പൂക്കളെ കൊണ്ട് അവിടെ ചെന്നിട്ട് എന്താണ് പറയുക, പുഷ്പാഭിഷേകം നടത്തണത്, നെയ്യഭിഷേകം നടത്തുക, അതിനെ പറ്റിയിട്ട് അദ്ദേഹം അങ്ങനെയൊന്നും പറയാറില്ല. പോയി വന്നു കഴിഞ്ഞാൽ എന്താ അങ്ങനെ അസുഖമായിട്ട് തൊഴുതു അങ്ങനെ ഞാൻ പറയണത് ധാരാളം വർത്തമാനം പറഞ്ഞാൽ അദ്ദേഹം അതിന് ഓപ്പോസിറ്റാണ്, അങ്ങനെയൊന്നും പറയില്ല. അപ്പോൾ ചോദിച്ചതിന് മാത്രം പറയും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ തവണ വന്നിട്ട് അതിൻ്റെ വെളുപ്പിന് 2:30 നേരത്തായിരുന്നു. ആ തവണ വന്നിട്ട് ധാരാളം ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് പറയണം, നല്ലോണം ആ പുഷ്പാഭിഷേകം കണ്ടു തൊഴാനായിട്ട് സാധിച്ചു. ഓരോ അഭിഷേകം കണ്ട് തൊഴുതതൊക്കെ നമ്മളുടെ അടുത്ത് ഞാനും അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2-2:15 അപ്പോൾ ഇനി ഇത്തിരി നേരം കിടക്കുക, എന്നിട്ട് എണീക്കാം എന്ന് പറഞ്ഞിട്ട് കിടന്നു. അപ്പം ഞാനും പോയി കിടന്ന സമയത്ത് ആ പുലർച്ചെ ഞാനിതാ കാണണു, ശരിക്കും കേൾക്കണു, ഹരിവരാസം ഞാൻ കേൾക്കുകയാണ്, ആ അയ്യപ്പ വിഗ്രഹം കാണുകയാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പോലെയല്ല, ഞാൻ കണ്ടത് തുളസി കൊണ്ടാണ് ഭഗവാനെ കഴുത്ത് വരെ തുളസിപ്പൂക്കളെ കൊണ്ട് ആ പുഷ്പവൃഷ്ടി ചെയ്തിട്ട് അങ്ങ് പുഷ്പാഭിഷേകം, കഴുത്ത് തല മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ, കയ്യിൻ്റെ ഇങ്ങനെ കൈമുട്ട് മടക്കിയിട്ടുണ്ടാകും. അപ്പോൾ കയ്യിൻ്റെ തുമ്പ്, തല, ഇത് മാത്രമാണ് പുറത്തേക്ക് കാണുന്നത്. തലയിൽ വെളുത്ത വസ്ത്രം കൊണ്ട് ഒരു കിരീടം തുണി കൊണ്ട് ഉണ്ടാക്കണം. അത് എനിക്കിപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ ആ രൂപം കാണുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് പിന്നെ ഹരിവരാസനം പാടണത് കേട്ടു. അവസാനം ഒരു തിരി മാത്രം. അപ്പോൾ ഇതിൽ പറയണത്, അദ്ദേഹം പറയണത് ഇപ്പോൾ അങ്ങനെ അവസാനം ഒരു തിരി മാത്രം അങ്ങനെ പറഞ്ഞുള്ളൂ. അത് എങ്ങനെയാണ് തിരി കിടത്തണേ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറഞ്ഞു തന്നില്ല. പക്ഷേ ഞാൻ കണ്ടത് എല്ലാ തിരികളും കെട്ട് പോയിട്ട് അവസാനം മുഖത്തിൻ്റെ അവിടെയുള്ള ഒരു തിരി മാത്രം കത്തി. ആ മുഖം ഇങ്ങനെ പൂർണ്ണമായിട്ട് തെളിഞ്ഞ് പുഞ്ചിരിക്കുന്ന അതിസുന്ദരമായ മുഖം, അതിങ്ങനെ അത്രയും തെളിഞ്ഞിങ്ങനെ കണ്ടു. ആ കാഴ്ച എനിക്ക് ശബരിമലയ്ക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാക്കി. അപ്പോൾ വിചാരിച്ചു എൻ്റെ ബുദ്ധിമുട്ടുകളും മുടക്കുകളൊക്കെ തീർന്നാൽ ശബരിമലയ്ക്ക് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ മുടക്കുകളൊക്കെ തീർന്ന ആ ഒരു വർഷം തീർന്നിട്ട് ഒരു 6 മാസമായപ്പോഴാണ് ഒരിക്കൽ ഒരു വൃശ്ചിക മാസക്കാലത്ത് ശബരിമലത്തെ ആ ഒരു ശരണം വിളിയുടെ ഒരു മണിക്കൂർ തീരേണ്ട ശരണം വിളി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു പാട്ട് കേട്ടത്. അപ്പോൾ അത് 1 മണിക്കൂറുണ്ട് ശരണം വിളി, നല്ല രസം. പണ്ട് ശരണം വിളിക്കാറുള്ള പോലത്തെ ശരണം വിളി. അത് കേട്ടപ്പോൾ കൊതിയായി. ഈ വർഷം എന്തായാലും ഇനി അടുത്ത ഇതിന് എന്തായാലും പോവും എന്ന് തീരുമാനിച്ചപ്പോൾ വീണ്ടും എനിക്ക് അശുദ്ധി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സമയമായി ഉണ്ടാവില്ല, 2 വർഷം കൂടി കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിച്ചു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് അശുദ്ധിയൊക്കെ പിന്നെ ഉണ്ടായിട്ടേ ഇല്ല, അശുദ്ധിയൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷമൊക്കെ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒരു ദിവസം അപ്പോൾ വീട്ടിലെല്ലാവരും പോവാൻ നിൽക്കണ്ട, എന്നാൽ പോവാമെന്ന് വിചാരിച്ചു. അപ്പോഴും എന്തോ അറിയില്ല, വീണ്ടും അശുദ്ധിയായി, പോകാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം ചിന്തിച്ച സമയത്ത് ഇങ്ങനെ വന്നു. പിന്നെ ഞാൻ ആ ചിന്ത ഉപേക്ഷിച്ചു. എപ്പോഴെങ്കിലും അയ്യപ്പസ്വാമി എന്നെ കൊണ്ടുപോകുന്നുണ്ടോ,
അപ്പം മതി എന്ന് ഞാൻ വിചാരിച്ചു. അതിനിടയിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് മക്കളെ ഗുരുവായൂരപ്പൻ തന്നിട്ടുണ്ട്. അതിലൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഓണക്കാലത്ത് ഞാൻ എന്തായാലും അമ്മയെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നു. അതെന്തോന്ന് അറിയില്ല, ഭഗവാന്റെ എന്താ നിർദ്ദേശം എന്നല്ല, അത് ഓണക്കാലം വരണേക്കാളും മുമ്പ് ആ കുട്ടിയെ എന്നിൽ നിന്ന് മാറ്റി നിർത്തി ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ എന്താ അത് അപ്പോഴൊക്കെ ഇനി ജന്മത്ത് ഞാൻ ഇല്ല എന്ന് ഉറപ്പിച്ചു. ഇനി എന്തായാലും തീരുമാനിക്കില്ല, ഇനി ഈ ജന്മത്ത് ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇരിക്കണ സമയമാണ്. പക്ഷേ ഇത്രയ്ക്കും കാരുണ്യമാണ് അയ്യപ്പസ്വാമിയുടെ. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ കർമ്മപ്രാരാബ്ധം കൊണ്ട് അവിടെ എത്താനുള്ള ഒരു സമയമായിട്ടില്ല, അതുകൊണ്ടാവും ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല, അത് കാരുണ്യമാണ്, അതിരറ്റ കാരുണ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടെ ഹരിദ്വാറിൽ വന്നപ്പോഴാണ്. കാരണം ആ സ്വപ്നത്തിൽ കണ്ട അതേ വിഗ്രഹം, ആ വിഗ്രഹം അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷ്ണു തിരുമേനിയോട് ചോദിക്കാൻ കാരണമായതും ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത്. അതുവരെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ലായിരുന്നു. സ്വപ്നത്തിൽ കണ്ട അതേ വിഗ്രഹമാണ് അവിടെ കണ്ടത്. അപ്പോൾ ആ വിഗ്രഹം അങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് തൊഴുതു. അപ്പോൾ അന്ന് ഇവിടെ ശബരിമലയിൽ നടക്കണ എല്ലാ പൂജകളും നടക്കുന്നുണ്ട്, ഹരിവരാസനം പാടി നട അടയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ഭഗവാനെ, എനിക്ക് വയ്യ, ഇത്രയും ഒരു കാരുണ്യം. ശബരിമലയിൽ ഹരിവരാസനം പാടുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല, കാരണം സ്ത്രീകൾ സന്നിധാനത്ത് വരാൻ പാടില്ല എന്നാണ് അവിടുത്തെ ഒരു ചിട്ട. അപ്പോൾ ഇവിടെ യേശുദാസിൻ്റെ അതേ അവിടെ നടത്തുന്ന അതേ ഇത് തന്നെയാണ്, റെക്കോർഡ് തന്നെയാണ് ഇവിടെയും വയ്ക്കണത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ആ ഹരിവരാസനം പാടിയിട്ട് അവസാനം അത് കേട്ട് നട അടയ്ക്കണത് വലിയൊരു അനുഭവം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ക്ഷേത്രം ഇപ്പം കാണുമ്പോൾ അത് ശബരിമല പോലെ പടികൾ കയറിയിട്ട് അങ്ങനെയുള്ള ക്ഷേത്രമൊന്നുമല്ല, സാധാരണ ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ കാണുമ്പോൾ നമുക്ക് അവിടെ അതന്നെയാണെന്നൊരു ബോധ്യം, നമ്മളവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ബോധ്യം ഉള്ളിൽ വരും. അപ്പോൾ ഒരു നേരെയുള്ള നടയിൽ അയ്യപ്പസ്വാമി, അതിൻ്റെ വലതുവശത്ത് ശിവനും പാർവതിയും, അതിൻ്റെ അടുത്തായിട്ട് ഗണപതി, ഇടതുവശത്ത് വിഷ്ണു മഹാലക്ഷ്മി, അതിൻ്റെ അടുത്തായിട്ട് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം പറയാൻ വയ്യ, എല്ലാം അത്ഭുതം തന്നെയാണ് തന്നത്. ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം സാധാരണ കാണുന്ന പോലെയല്ല, എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനൊരു വിഗ്രഹം. എല്ലാം പഞ്ചലോഹങ്ങളെ കൊണ്ടുള്ള വിഗ്രഹങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഗ്രഹത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാമലക്ഷ്മണന്മാരെ തോളത്തെടുത്തിട്ട് രാമൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു പ്രത്യേക ഭാവം, ആ ഹനുമാൻ സ്വാമിയുടെ മുഖഭാവം അത്ഭുതമാണ് കേട്ടോ. അങ്ങനെ ശാമ്പും വില്ലൊക്കെ എടുത്തിട്ട് ഇവർ അങ്ങനെ ശാപധാരികളായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ആ ഒരു അങ്ങനെയാണ് ഹനുമാൻ സ്വാമി. അങ്ങനെ ഒരു വിഗ്രഹം ഞാൻ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ല. ശരിക്കും അവിടെ നമുക്ക് മനസ്സിങ്ങനെ നിറയണതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന അന്ന് തന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ട് തന്നെ മാഹാത്മ്യം ആരംഭിച്ചു. അപ്പം മാഹാത്മ്യം ആരംഭിച്ച് നട 5 മണിക്ക് തുറക്കും. 5 മണിക്കാണ് വൈകുന്നേരം നട തുറക്കുക. നട തുറന്ന് അങ്ങനെയാണ് നമ്മളപ്പോഴാണ് ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത്. 5 മണിക്ക് നട തുറന്ന് തൊഴുതു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദീപാരാധനയായാലും അതെ, അത്യത്ഭുതം എന്നേ പറയണ്ടോ. ദീപാരാധനയൊക്കെ എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും വർണ്ണിച്ച് തരാനായിട്ട്. അങ്ങനെ ആ നടയിൽ നിന്ന് ദീപാരാധന, അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം ദീപാരാധനകളുണ്ട്. അതൊക്കെ തൊഴുത് വീണ്ടും ഞങ്ങളിവിടെ വന്നിരുന്ന് പിന്നെയും ഈ 6 അധ്യായങ്ങളെ കൊണ്ട് മാഹാത്മ്യം ഉണ്ടല്ലോ, അപ്പോൾ അതിലെ അധ്യായങ്ങൾ വായിച്ചിട്ട് അച്ഛൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തന്ന് ഞങ്ങളെ ആ ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും നമ്മൾ അവിടെ സമർപ്പിച്ചു. അപ്പോൾ അപ്പോഴാണ് അറിയണത് ഇവിടെ ഹരിവരാസനം പാടി നട അടയ്ക്കും എന്നുള്ളത് അറിയണത്. അത് വളരെ സന്തോഷമായി. അങ്ങനെയാണ് ഹരിവരാസനം കണ്ടത്. അപ്പോൾ ഈ ഹരിവരാസനം കണ്ട സന്തോഷം കൊണ്ടേ തുടക്കത്തിലുള്ളതൊക്കെ ആദ്യം പറയാൻ മറന്നു പോയതാണ്. ഏതാ ആദ്യം പറയണ്ടേന്നുള്ള ഒരു കൊതി. അങ്ങനെ ഹരിവരാസനമൊക്കെ കണ്ട് നട അടച്ചു, ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ ഒരു ചിട്ട. എല്ലാ ചിട്ടകളും അച്ഛൻ്റെ ആ ഭാഗവതത്തിൻ്റെ ചിട്ട എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അത് പറയാതെ വയ്യ. നമ്മൾ അന്നദാന ഹാളിൽ ചെന്നിരിക്കുമ്പോൾ
അച്ഛൻ ആദ്യമേ തന്നെ നിർദ്ദേശം തന്നു, അവിടെ ഇരുന്ന് ആരും സംസാരിക്കരുത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. പക്ഷെ നമ്മളല്ലേ ആൾക്കാർ, നമുക്കതൊന്നും നമ്മൾ അപ്പൊക്കെ നല്ല ഭക്തി ബഹുമാനത്തോടു കൂടി തലയാട്ടി നമസ്കരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പിന്നെ നമ്മൾ പറയാതിരിക്കില്ല, അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛൻ ഭഗവത്ഗീതയിലെ ഏതെങ്കിലുമൊക്കെ അധ്യായങ്ങൾ ഇങ്ങനെ പാടാൻ തുടങ്ങും. അപ്പോൾ അതിനൊപ്പം ഇവർക്ക് എനിക്കും പിന്നെ ആരോ ഒരാളും കൂടി പറഞ്ഞു എന്ന് തോന്നുന്നു, അങ്ങനെ കാണാണ്ട് അറിയില്ല. ബാക്കി എല്ലാവരും അച്ഛൻ്റെ ശിഷ്യകളായതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊക്കെ കാണാണ്ടേ അറിയാം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് നാമം ജപിക്കും. ആഹാരം വിളമ്പിയിട്ട് ബ്രഹ്മാർപ്പണം ജപിച്ച് നമസ്കരിക്കണ വരെ ആരും ആഹാരത്തിൽ, എന്നിട്ട് എല്ലാവരും ആഹാരം കഴിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിട്ടയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അത് പാലിക്കണം എന്ന് പറഞ്ഞു. നമ്മളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. ഓരോരുത്തരും ഓരോ സമയത്താണ്. നമ്മൾ അങ്ങനെ വിചാരിച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമേ നടക്കണുള്ളൂ ഇന്നത്തെ കാലത്ത്. എന്തായാലും അത് നമുക്ക് തരുന്ന ഒരു എനർജി വെറുതെ പറയല്ല, അത്രയും പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് തരുന്നത്. അത് ഇഷ്ടമായി. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോകും, അതുകൊണ്ട് ആദ്യമേ പറയട്ടെ. ഈ സപ്താഹത്തിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാഗവതം പാരായണം ചെയ്യണ ഒരാൾ വന്നാൽ കഥ പറയുന്ന ആൾ എണീറ്റ് പോകും. കഥ പറയുന്ന ആൾ വന്നാൽ അവർ രണ്ടാളും കൂടി ഒരുമിച്ച് വേദിയിൽ ഇരിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടോ എന്ന് തോന്നണ പോലെയാണ് എണീറ്റ് പോണത്. മിക്ക സപ്താഹങ്ങൾക്കും ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണേ. ഒരാൾ വന്നാൽ മറ്റുള്ളവരെ എണീറ്റ് അവിടെ ഇരിക്കില്ല, അവർ മാറിപ്പോവുക എന്നുള്ളത്. പക്ഷേ ശരിക്കും പ്രായം കൊണ്ടും ശാരീരികമായിട്ടുള്ള രോഗങ്ങളെ കൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മനുഷ്യനാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അച്ഛനും അമ്മയും ആ ഭാഗവത വേദിയിൽ പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കസാരയാണ് തന്നിരിക്കുന്നത്. അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല, അങ്ങനെ സൗകര്യങ്ങളുള്ളൊരു വലിയ അമ്പലമല്ല. ഒരു പ്ലാസ്റ്റിക് കസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ പ്ലാസ്റ്റിക് കസാരയിൽ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, കഥ ഇടയ്ക്ക് അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് ജ്ഞാനയജ്ഞമാണ്, അല്ലാണ്ട് കഥ പറയലല്ല. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും. അതല്ലാത്തപ്പോഴൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓരോരുത്തരെ കൊണ്ടും വായിപ്പിക്കും. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും നന്നായി പാരായണം ചെയ്യാൻ അറിയാം. കാരണം ഇവരിങ്ങനെ ധാരാളം സ്ഥലത്ത് സപ്താഹങ്ങൾക്ക് ഇതുപോലെ ജ്ഞാനയജ്ഞം, സപ്താഹം എന്ന് പറയരുതെന്നാണ് പറയുന്നത്, ജ്ഞാനയജ്ഞം എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഇത് സപ്താഹം എന്ന് പറയാനേ പാടില്ല, ജ്ഞാനയജ്ഞമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ ധാരാളം വായിക്കാൻ അറിയാം. പിന്നെ അതുമല്ല, അച്ഛൻ അടുത്തത് എന്താ പറയണേന്ന് പോലും പലരും ഇനി പറയാൻ പോണത് ഇതാന്നുള്ളതിൽ അച്ഛൻ പറയാനിങ്ങനെ ഒന്ന് നിർത്തുമ്പോഴേക്കും അടുത്തത് എന്താണെന്നുള്ള അവരെന്നെ പറഞ്ഞു തുടങ്ങി. അത്രയും അറിവുള്ളവരാണ് എല്ലാവരും. മനസ്സുകൊണ്ട് അവരൊക്കെ എത്രയാ നമസ്കരിച്ചതെന്ന് പറയാൻ വയ്യ. അങ്ങനെ അവരുടെ ഇടയിൽ വായിക്കാൻ അറിയാത്ത ഒരേ ഒരാളും ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നന്നായി വായിക്കാനറിയാം. എവിടെയായാലും എനിക്ക് ഭാഗവതം വായിക്കാൻ രണ്ട് ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് വായിക്കാൻ അറിവില്ലായ്മതും അതിൻ്റെ ഒരു വായനയോടൊരു ഭയമുള്ളതൊരു ബുദ്ധിമുട്ട്. സംസ്കൃതം അങ്ങനെ, അതുകൊണ്ട് ഞാൻ വായിക്കാൻ മടിക്കണേ എപ്പോഴും. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ, അക്ഷരം തെറ്റിങ്ങനെ വായിക്കുമ്പോൾ ഈ അക്ഷരം തെറ്റാണ്ട് വായിക്കണം എന്നുള്ള ശ്രദ്ധ, എന്നാലും തെറ്റിപ്പോവുക. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥമൊന്നും വേണ്ട പോലെ മനസ്സിലാവാണ്ട് എന്തോ വായിച്ചു അത്രേ തോന്നുള്ളൂ. ഓരോ അധ്യായമെങ്കിലും ഇന്നത് എന്നുള്ള അർത്ഥമൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ സാഹസപ്പെട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഭാഗവതം, അതായത് അക്കിത്ത ഭാഗവതം തുടങ്ങിയത്. അത് ഇടയിൽ വെച്ചിട്ട് എപ്പോഴോ നിന്നും പോയി. അത് ഇനി പുനരാരംഭിക്കണം എന്തായാലും. അത് ആരംഭിക്കുന്നുണ്ട് കേട്ടോ, അധികം വൈകാണ്ട് തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് ഞാൻ വായിക്കില്ല. എനിക്ക് അതുകൊണ്ടാണ് കേൾക്കാൻ ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടായിരിക്കുക. പക്ഷേ അച്ഛൻ പറഞ്ഞു വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പുസ്തകം എടുത്തു വായിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഒരു സപ്താഹ വേദിയിൽ ഇരുന്നിട്ട്, അതും ഹരിദ്വാറിൽ, അതും അയ്യപ്പ സന്നിധിയിൽ. എൻ്റെ അച്ഛനും ഒരുപാട് അയ്യപ്പനെയാണ് ഭജിച്ചിരുന്നത്. അയ്യപ്പനായിരുന്നു അച്ഛൻ്റെ. ഞാൻ കൃഷ്ണ എന്ന് വിളിക്കണ പോലെ അച്ഛൻ അയ്യപ്പ എന്ന് വിളിച്ചിരുന്നത്.
അപ്പോൾ അച്ഛൻ എല്ലാം എനിക്ക് എല്ലാവരുടെയും സാന്നിധ്യം, പലരുടെയും സാന്നിധ്യം എനിക്ക് അവിടെ അനുഭവപ്പെട്ടു ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ബോംബെയിലുള്ളൊരു മാമി അങ്കിളും ഉണ്ടായിരുന്നു. അവർ എപ്പോഴും എന്നോട് പറയും വായിച്ചോളൂ വായിച്ചോളൂ. പക്ഷെ ഞാൻ അവരൊക്കെ മധുരമായിട്ട് വായിക്കും. അതിൻ്റെ ഇടയിൽ അക്ഷരം തപ്പിപ്പറക്കി അർത്ഥം അറിയാണ്ട് ഇങ്ങനെ വായിക്കുക വെച്ചാൽ അതെനിക്ക് ഇഷ്ടമല്ല. പറയും നിങ്ങൾ വായിക്കൂ കേൾക്കാം എന്നാൽ എപ്പോഴും ഞാനൊരിത് പറയാറ്. അപ്പോൾ അവിടെ ഇരുന്ന് വായിച്ചപ്പോഴൊക്കെ ഞാൻ അവരെ സ്മരിച്ചു. അവർ എന്നും ഭാഗവതം വായിക്കണവരാണ്. എന്നും ഭാഗവതം ഇങ്ങനെ വായിക്കും. ഓരോ ദിവസം ഭാഗവതം ഇങ്ങനെ വായിക്കും, പിന്നെ അടുത്ത ദിവസം വായിക്കും. ആ വായന ഒരു വിധത്തിൽ നടക്കണു. പിന്നെ എല്ലാ മാസവും സപ്താഹമായിട്ട് മുറവായന ഉണ്ട് അവർക്ക്. സപ്താഹമായിട്ട് മുറവായന. അത് ആ മുറവായന വായിക്കുന്ന ദിവസവും ഈ വായന മുടക്കില്ല. അങ്ങനെ വായിക്കുന്നുണ്ട് സീതാമാമിയും അങ്കിളും കൂടിയിട്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ആലോചിച്ചു അവിടെ വെച്ചിട്ട്. ശരിക്കും നമ്മളുടെ ഓരോരുത്തരെയും പലരെയും ഞാൻ ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരെയും ആലോചിച്ചു എന്ന് പറയണതിൽ തെറ്റില്ല. കാരണം ആ സാന്നിധ്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം രാവിലെ എപ്പോഴാണ് നട തുറക്കാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 4:30 തുറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം നേരത്തെ എഴുന്നേറ്റ് 4:30 ആകുമ്പോഴേക്കും എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. പക്ഷെ അതിനും എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. അതും ആ തണുപ്പും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. കാരണം തണുപ്പെന്ന് വെച്ചാൽ ശരിക്കും സ്വെറ്റർ ഇട്ട് സ്വെറ്ററിൻ്റെ മുകളിൽ കൂടെ കമ്പിളി പുതച്ച് കാലിൽ 2 സോക്സ് ഇട്ടാലേ തണുവ് മാറണുള്ളൂ എന്നൊക്കെയാണ്. അത്രയും തണുവ്. കയ്യിലും സോക്സ് ഇടണം. തലയിലാണെങ്കിലും മഫ്ലർ പോലെയുള്ളൊരു തൊപ്പിയൊക്കെ വെച്ച് വല്ലാത്തൊരു ഇതിലായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. അത്രയും തണുപ്പാണ്. ഇത്തിരിയെങ്കിലും അങ്ങോട്ട് നീങ്ങി തണുപ്പ്. എന്നിട്ടും കൈയൊക്കെ ഐസ് പോലെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വച്ചിട്ടും കൈയും കാലൊക്കെ ഐസ് പോലെ ഇരുന്നാണ്. അത്രയും തണുപ്പായിരുന്നു. പക്ഷേ ആ തണുപ്പ് കൊണ്ട് ഒരു അസുഖമോ ബുദ്ധിമുട്ടോ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കാനുള്ള ബുദ്ധിമുട്ടോ, ചൂടുവെള്ളത്തിലാണ് കുളിക്കണമെങ്കിൽ പോലും ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴേക്കും വിറയ്ക്കും. അങ്ങനെയുള്ള തണുപ്പല്ലേ. അപ്പോൾ എന്നാലും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. സുഖമായിട്ട് രാവിലെ 4:30 ആയപ്പോൾ നട തുറന്നു. ആ നിർമ്മാല്യ ദർശനം, ഇതൊക്കെ ശബരിമലയിൽ പോയി നിന്ന് ഇതുപോലെ കാണാൻ സാധിക്കുമോ? ഭഗവാനെ നിർമ്മാല്യ ദർശനം കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നിർമ്മാല്യം മാറ്റി പിന്നെ ഭഗവാനെ കുളിപ്പിക്കണു, പല വിധത്തിലുള്ള കുളിപ്പിക്കൽ. അപ്പോൾ എനിക്ക് നെയ്യഭിഷേകം, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നെയ്യഭിഷേകം കാണാൻ ഭഗവാന്റെ. അപ്പം നെയ്യഭിഷേകം അപ്പോൾ എൻ്റെ വിചാരം എന്നും നെയ്യഭിഷേകമൊന്നും ഇല്ല. നെയ്യഭിഷേകത്തിന് ഷീട്ടാക്കിയാൽ നെയ്യഭിഷേകം ചെയ്യുന്നതാണ് ഞാൻ ധരിച്ച് വശമായത്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടു വെച്ചാൽ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. പനിനീര് കൊണ്ട് അഭിഷേകം, അങ്ങനെ അഭിഷേകങ്ങളൊക്കെ കണ്ട് പിന്നെ അലങ്കാരം കണ്ട് നല്ല സുന്ദരനായിട്ട് അലങ്കരിക്കും. അതൊക്കെ കണ്ട് തൊഴുത് ഒരു 5:30 5:45 ആകുമ്പോഴേക്കും വീണ്ടും മുറിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാപ്പി തരും അവർ. ചൂടുള്ള കാപ്പി കുടിച്ചാൽ വന്ന് 6 മണിയോട് കൂടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ തുടക്കം അതും ഒരു അനുഭവമായിരുന്നു. കാരണം മെഡിറ്റേഷനായിരുന്നു ആദ്യം. കണ്ണടച്ചിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ആ മെഡിറ്റേഷൻ ശീലമില്ലാത്തതുകൊണ്ട് മനസ്സിലിങ്ങനെ കൃഷ്ണ 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 എന്നിങ്ങനെ അതും ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരു നീല വെളിച്ചമാകെ നിറഞ്ഞു നിൽക്കും. അടി തൊട്ട് മുടി വരെ ഒരു നീല വെളിച്ചം നിറഞ്ഞൊക്കെ ഈ കൃഷ്ണനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്കല്ലാണ്ട് അതിൽ കൂടുതൽ ആ മെഡിറ്റേഷൻ എനിക്കത് നല്ല അനുഭവമായി. പക്ഷെ അങ്ങനെയാണെങ്കിലും നല്ല അനുഭവമായി. അങ്ങനെ അപ്പോൾ ഓരോന്നും പറയും. കണ്ണ് അടച്ചിട്ട് ഇങ്ങനെ ശിരസ് മുതൽ പാദം വരെ, അങ്ങനെ പാദം മുതൽ ശിരസ് വരെയൊക്കെ ശക്തി പ്രവഹിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ എനിക്ക് എത്തില്ല. ഞാൻ കൃഷ്ണ കൃഷ്ണ എന്ന് പറയും. അപ്പോൾ തന്നെ ചുറ്റും ഒരു നീല പ്രകാശം നിറഞ്ഞു നിൽക്കണ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെയുള്ള ഒരു അനുഭൂതി എനിക്ക് ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് മെഡിറ്റേഷനൊന്നും അറിയില്ല. പിന്നെ ഓങ്കാരം വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. ആ ഓങ്കാരം ഒരുപാട് ഇഷ്ടമായി. 3 പ്രാവശ്യം ഓങ്കാരം ജപിക്കുക. അത് കഴിഞ്ഞിട്ടാണ് സഹസ്രനാമൊക്കെ ജപിച്ച് ആരംഭിക്കുക. അതിനടുത്ത് നമ്മുടെ വിഷ്ണു തിരുമേനിയുടെ വക ഗണപതി ഹോമം എന്നും ഉണ്ട്. ഗണപതി ഹോമം ഒരു ഭാഗത്ത് ഗണപതി ഹോമം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തൊഴുത് നമ്മൾ ഗണപതി ഹോമമൊക്കെ തൊഴുതിട്ടാണ്. അങ്ങനെ ഓരോ ദിവസവും ഇതുപോലെ. അപ്പോൾ ആലോചിച്ച് നോക്കും, ഓരോ ദിവസവും എത്ര അനുഭവമാണെന്ന് നോക്കും. നമുക്ക് ഭാഗവത ഗംഗ നമ്മുടെ മുമ്പിൽ ഒഴുകണു. അതും സാക്ഷാൽ ഗംഗയുടെ തീരത്തിരുന്ന് ആ ഗംഗാതടത്തിലിരുന്നിട്ട് ആനന്ദ തടത്തിലിരുന്നിട്ട് ഭാഗവതം ശ്രവിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാ പൂജകളും
അയ്യപ്പസ്വാമിയുടെ എല്ലാ പൂജകളും ശബരിമലയിൽ നമ്മൾ പോയി എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു തൊഴുതു പോരല്ലേ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ഭഗവാന്റെ ആ ഒരു കാരുണ്യം, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ തീവ്രത അറിഞ്ഞത് ഭഗവാനാണ്. ഇതിനൊക്കെ എനിക്ക് എപ്പോഴും നമസ്കരിക്കാനുള്ളത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിലാണ്. ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ച് പോയ എൻ്റെ അച്ഛനമ്മമാർ ശരീരം മറ്റൊരു ഭാവത്തിലൂടെ എൻ്റെ മുമ്പിലിരിക്കണു എന്ന് തന്നെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അവർ ശരീരം വിട്ടു പോയിട്ടില്ല, ഇതേ ഭാവത്തിൽ, ഇതാ മറ്റൊരു ഭാവത്തിൽ എന്നെ ഒന്നുകൂടെ ആ ഭഗവാനിലേക്ക് ഉദ്ധരിക്കാൻ വേണ്ടി അത് തന്നെയാണെന്ന് തന്നെ ഉറപ്പ്. ഇപ്പോൾ ഗുരുവിനെ കണ്ട പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗുരുനാഥ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കും. അപ്പോൾ ഇങ്ങനെ നമസ്കരിക്കാനൊക്കെ ഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. അച്ഛാ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ, അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനാണ് എനിക്ക് തോന്നണേ. എന്നാലും നമസ്കരിക്കും. നമ്മൾ ചെയ്യേണ്ട ആ വിധി പ്രകാരം ചെയ്യേണ്ടേ. ഞാൻ ഗുരുനാഥനിൽ നിന്ന്, ഗുരുവായൂരപ്പൻ തന്നെ, ഗുരുവായൂരപ്പൻ ഗുരുനാഥനായിട്ട് വന്നു എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അത് പക്ഷെ അച്ഛൻ്റെ രൂപത്തിലാണെന്ന് തന്നെയാണ്. അച്ഛൻ്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ തന്നൊരു പാട്ടില്ലേ, അതുപോലെ അച്ഛൻ്റെ രൂപത്തിൽ വന്നു എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പും. അത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ ദേഹവിയോഗം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വൃന്ദാവനത്തിലുണ്ടാവും എന്നുള്ള എൻ്റെ സങ്കല്പത്തെ സത്യമാക്കി തന്നിട്ട് അവിടെ വച്ചിട്ടാണ് ഈ അച്ഛനെ കണ്ടുമുട്ടിയത്. അപ്പം അത് പറയാൻ വയ്യ. അതിനെപ്പറ്റി എത്ര പറഞ്ഞാലും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. എനിക്ക് അറിയില്ല മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഞാനൊക്കെ ഒരു ദിവസം ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോയി അച്ഛൻ്റെ അടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാർ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഋഷഭദേവൻ്റെ ഇതൊക്കെ ഉണ്ട്. അച്ഛൻ എന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ? ഭഗവാനോട് അടുപ്പിക്കുന്ന ആളാണ് അച്ഛൻ. അതിന് ഇത് വിലങ്ക് നിൽക്കുന്ന അച്ഛനല്ല എന്ന് പറയണ്ടേ. എൻ്റെ അച്ഛനും അമ്മയും ദേഹം ഉപേക്ഷിക്കേണ്ടതിന് മുമ്പ് തന്നെ അതേ ഭാവത്തിൽ നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കുക തന്നെയാണ് ചെയ്തത്. ഇപ്പോഴും അത് ആ പ്രത്യക്ഷ രൂപത്തിൽ വന്നിട്ട് അത് തന്നെ അന്ന് പൂർത്തിയാവാണ്ട് മുഴുവനാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ മുഴുവനാക്കാൻ വേണ്ടി വന്ന പോലെയാണ്. അപ്പോൾ അത്രയും ആ പിതാവിൻ്റെ ധർമ്മം ചെയ്യണ ആ അച്ഛന് വേണ്ടിയിട്ട് പുത്രധർമ്മം ഉണ്ടല്ലോ, നമുക്കൊരു ധർമ്മം ഉണ്ടാവില്ലേ, അതൊന്നും വേണ്ടതുപോലെ എനിക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു സങ്കടമൊക്കെ വന്നു തോന്നി. എനിക്ക് വല്ലാത്തൊരു അറിയില്ല. ഗുരുവായൂരപ്പ അതിനെപ്പറ്റി പറയണ്ട. അപ്പം അങ്ങനെ രാവിലെ തുടങ്ങണു. അപ്പോൾ 11 മണി വരെയാണ് ക്ഷേത്രം ഉള്ളത്. അതിനിടയിൽ ക്ഷേത്രത്തിൽ ദീപാരാധനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൂജകൾക്കൊക്കെ നമ്മൾ തൊഴാനൊക്കെ ചെല്ലും. അങ്ങനെ അയ്യപ്പസ്വാമിയോടൊപ്പം ഇരുന്ന് ഭാഗവതത്തിനെ അനുഭവിച്ച് ആസ്വദിച്ച് വായിച്ച് അവസാനമായപ്പോഴേക്കും വായിക്കാൻ കൊതിയായി തുടങ്ങി. ഒരു അധ്യായം വായിക്കും എന്ന് പറഞ്ഞെങ്കിൽ സന്തോഷം. ആദ്യത്തെ ഭയമൊക്കെ പോയിട്ട് നല്ല സന്തോഷമായി. അങ്ങനെ ഓരോ ദിവസങ്ങളും ഇതുപോലെ കടന്നുപോയി. ഓരോന്നും അതെ. അപ്പോൾ ഇതിന് ഒപ്പം കൂടെ വന്ന അവരൊക്കെ ധാരാളം അച്ഛൻ പറഞ്ഞു, ആർക്കൊക്കെയാണോ സ്ഥലങ്ങൾ കാണണം, ഇവിടെ വന്നതല്ലേ, ഇത്ര ദൂരം വന്നതല്ലേ, എവിടേക്കെങ്കിലൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോളൂ, പക്ഷെ ഭാഗവതം ഇവിടെ നടക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് അച്ഛൻ പോയപ്പോൾ എന്നോട് പറഞ്ഞ, മോള് വരുന്നോ അച്ഛൻ്റെ കൂടെ? ഭാഗവതം അവിടെ വച്ച് നമുക്ക് ഭാഗവതം ആനന്ദതടത്തിൽ വെച്ചൊന്ന് ഭാഗവതം കേൾക്കാനുള്ള ഒരു അവസരമാണ് മോളുടെ വീട്ടിൽ. അതാണ് അച്ഛൻ എന്നോട് പറഞ്ഞ വാങ്ങ. അതിനെയാണ് ഞാൻ ഒരു ദീക്ഷ പോലെ എന്ന് തന്നെ പറയാം സ്വീകരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയും പോണില്ല എന്ന് പറഞ്ഞു. ഗംഗയിൽ കുളിക്കാൻ പോയപ്പോൾ പോലും ഞാൻ പോയില്ല. ഗംഗയിൽ ഇത്രയും വലിയ ഭാഗവത ഗംഗയിൽ അച്ഛൻ എന്നെ കുളിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനാ ഞാനിപ്പോൾ അവിടെ പോണേ? അവിടേക്ക് ഇനി ഗംഗാ മാതാവ് വിളിക്കുകയാണെങ്കിൽ അപ്പം പോവാം എന്ന് വിചാരിച്ചിട്ട് പോയിണ്ടായിരുന്നില്ല. എല്ലാവരും പോയിണ്ടായിരുന്നു. അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ഹരിദ്വാറിൽ തന്നെ ശിവൻ്റെ എങ്ങനെ ദ്വാദശ ലിംഗങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ മാനസാദേവിയുടെ ടെമ്പിള്, അത് കേബിൾ കാറോ എന്താറോ ഇതിൻ്റെ മുകളിലേക്കൂടെ ഇങ്ങനെ പോണത് അങ്ങനെ നിശ്ചയില്ല. അതിലൊക്കെ പോയിട്ട് കുന്നിൻ്റെ മുകളിലാണ്, അതിലൊക്കെ പോയിട്ട് കണ്ടു. 1-2 അമ്പലങ്ങളുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ. അങ്ങനെ അവിടെ കുറേ
ആശ്രമങ്ങളായിട്ടുള്ളത്. രുദ്രാക്ഷം ഒക്കെ അവിടെ അങ്ങനെയുണ്ട്. പിന്നെ സതീദേവിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന മഹാദേവൻ്റെ ഒരു ഭാഗമുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ പോയി എന്ന് പറഞ്ഞു. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിലിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കുക. ഇതിൻ്റെ കൂടെ എഡിറ്റ് ചെയ്തിട്ടാൽ നിങ്ങൾക്കത് കാണുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനും കണ്ടത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ പോയി. പിന്നെ ഒരു ദിവസം ഇവിടെ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം, അത്രയും ദൂരമുള്ള ഒരു ക്ഷേത്രം, ദേവിയുടെ ക്ഷേത്രം, അങ്കോറാന്നോ അങ്ങനെ എന്തോ ആണെന്ന് കസർ ദേവി എന്നാണ് തോന്നുന്നു ആ ദേവിയുടെ പേര്. എനിക്ക് പേരുകളൊന്നും ഓർമ്മയില്ല. അവിടേക്ക് എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേരൊഴിച്ച് 3-4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതുപോലെ വരണതല്ലേ, എപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് അവർക്ക് വലിയ അനുഭവമായിരുന്നു. ബദരിയിലൊക്കെ പോണ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു. യാത്ര വലിയ യാത്രയായിരുന്നു. രാവിലെ 5 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് വന്നതെന്നുണ്ടെങ്കിലും, വയസ്സായവരാണ് പോയവരൊക്കെ എന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും ഒരു ക്ഷീണം അനുഭവപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ കാരുണ്യം, അപാരമായ കാരുണ്യം, പിന്നെ നമ്മളെ ചേർത്ത് പിടിക്കണ ഓരോരോ അനുഗ്രഹം, അതും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വേണ്ടതുപോലെ ഗ്രൂപ്പിൽ നടത്തി. ഞങ്ങൾക്കൊക്കെ വേണ്ടതുപോലെ ഉണ്ണിച്ചേട്ടൻ ഗുരുവായൂരുള്ളതാണ്. അദ്ദേഹമാണ് ഇതിനൊക്കെ മുൻകൈ എടുത്തിട്ട്, അതായത് അദ്ദേഹം ഭാഗവതം കേൾക്കാനും അതിനൊന്നും അദ്ദേഹത്തിന് ഇരിക്കാനൊന്നും സമയമില്ല. എല്ലാം ഇങ്ങനെ വേണ്ട പോലെയൊക്കെ ചെയ്യണ്ടേ, അതൊക്കെ കോർഡിനേറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് ഒഴിഞ്ഞു വെച്ച പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമർപ്പണം, അതിൻ്റെ മുമ്പിലും ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. അറിയില്ല, നേരിട്ട് ചെന്നിങ്ങനെ നമസ്കരിക്കുമ്പോൾ അതെപ്പോഴും എനിക്കത് നേരിട്ട് ചെന്നിങ്ങനെ നമസ്കരിക്കുക വെച്ചാൽ എൻ്റെ ഉള്ളിൽ തോന്നണത് എന്താണെന്ന് വെച്ചാൽ, അധ്യാത്മാനന്ദ സരസ്വതിയൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ പറയും, എപ്പോഴും ഇങ്ങനെ നമസ്കരിക്കണ്ട, മനസ്സിലുണ്ടായാൽ അങ്ങോട്ട് നടക്കുമ്പോൾ നമസ്കരിക്കുക, ഇങ്ങോട്ട് നടക്കുക. അതുകൊണ്ട് അങ്ങനെയല്ല, അതുകൊണ്ടൊരു അതല്ല, അത് മനസ്സിൽ ഒരു തവണ നമസ്കരിക്കുമ്പോൾ മനസ്സർപ്പിച്ച് നമസ്കരിച്ചാൽ മതി, പിന്നെ മനസ്സുകൊണ്ട് നമസ്കരിച്ചാൽ മതി എന്ന് പറയണം. എപ്പോഴും ഞാൻ ആ ഒരു ഭാവത്തിലാണ്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനെ ധാരാളം നമസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഭാഗവതത്തിലെ ഓരോന്നും നമുക്ക് അനുഭവമാക്കി തന്ന അനുഭവങ്ങളായിരുന്നു എല്ലാം. അങ്ങനെ അനുഭവം. അതുപോലെ പിന്നെ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ 5:30-6:30ക്കാണ് ഇവിടെ തുടങ്ങണത്. അപ്പോൾ 6 മണിയായപ്പോഴേക്കും ഓം എന്നുള്ള ഓങ്കാരം കേൾക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അവിടെ തുടങ്ങി. ഞങ്ങൾ 3 പേരാ ഒരു റൂമിലുണ്ടായിരുന്നത്. ആ 3 പേരും ഒരുപോലെ കേട്ടു. അപ്പോൾ ഇന്നെന്താ നേരത്തെ തുടങ്ങാറില്ലല്ലോ എന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ആരുമില്ല, തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതെന്താ കേട്ടെ. അപ്പോൾ വിചാരിച്ചു തലേന്നെങ്ങാനും, അപ്പം ഞങ്ങളും അച്ഛനും അമ്മയും കിടക്കണ മുറി അടുത്തടുത്ത. അപ്പോൾ വിചാരിച്ചു തലേന്നെങ്ങാനും നമ്മൾ ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിലെങ്ങാനും ഇട്ടുണ്ടാവും. അപ്പോൾ അച്ഛനതൊന്ന് ഓൺ ചെയ്ത് കേട്ടതാവും രാവിലെയെന്ന്. പക്ഷെ അച്ഛൻ അങ്ങനെ രാവിലെ തന്നെ മൊബൈൽ നോക്കുകയൊന്നുമില്ല എന്ന് ഞാൻ അങ്ങനെയാണ് ധരിച്ചേക്കണം. അച്ഛൻ രാവിലെ തന്നെ എല്ലാവർക്കും ഒരു ഹരിയോം പറയും. അപ്പം അങ്ങനെ അതിനിടയ്ക്കൊരു ഫോൺ വന്നു കേട്ടോ. അതാണ് ഒന്ന് കട്ടായിപ്പോയി. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സങ്കടമാണ്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ അച്ഛനോട് ഞങ്ങളെന്താണെന്ന് ചോദിച്ചു രാവിലെ. അപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ആരും ഇട്ടിട്ടുമില്ല. അത് അങ്ങനെ ആരും വീഡിയോ അങ്ങനെയൊന്നും എടുക്കണ കണ്ടിട്ടുമില്ല. നമ്മൾ ഭാഗവതം വായിക്കണത്തൊന്നും ആരും മൊബൈൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഈ യാത്ര പോയപ്പോൾ അവരൊക്കെ വീഡിയോ എടുത്തു എന്നല്ലാണ്ട് ഭാഗവതം വായിക്കുന്നിടത്തൊന്നും ആരും വന്നിട്ട്, കുറച്ച് സമയങ്ങളിൽ മാത്രം ഉണ്ണിച്ചേട്ടൻ എന്തോ വീഡിയോ എടുത്തു എന്നല്ലാണ്ട് ആരും നമുക്കൊന്നും വരാത്ത കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. വരാത്തവരെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു അത്ഭുതം ഓർമ്മ വന്നത്. ഇത് ഓങ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാവാം. അപ്പം ഈ ഓങ്കാര ശബ്ദം ഞങ്ങൾ 3 പേരും ഒരുപോലെ കേട്ടു. പക്ഷേ അച്ഛൻ്റെ ശബ്ദം തന്നെയാണ് 3 പേരും കേട്ടത്. പക്ഷെ അത് ഭഗവാന്റെ ആ സാന്നിധ്യം തന്നെയാണ്, ഒരത്ഭുതം തന്നെയാണ്, അത് പറയാൻ വേണ്ടി. പിന്നെ യാത്രയിൽ 22 പേര് പോകണമെന്നാണ് വിചാരിച്ചിരുന്നിട്ട് പേര് ബുക്ക് ചെയ്തത്. പിന്നെ അത് 20ആയി, പിന്നെ 18ആയി. അപ്പം അച്ഛൻ പറയണു 18ാം പടിയിലെ 18 തത്വങ്ങൾ പോലെ 18 പേരെയും കൊണ്ട് പോകാനായിട്ട് സാധിച്ചു. അതും ശരിക്കും ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്കൊരു
അത്ഭുതം പോലെ തന്നെയാണ്. ശരിക്കും എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം, അത്ഭുതം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒക്കെ അവിടുത്തെ കാരുണ്യം പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരനുഭവം ഉണ്ടായി. പിന്നെ ഞാനും എൻ്റെ ഞങ്ങളുടെ 3 പേരുണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ കൂടെ സുനന്ദ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്, അപ്പോൾ ഞങ്ങൾ 2 പേരും അടുത്തിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭാഗവതം ഇങ്ങനെ ചെവിയിൽ കേൾക്കും, ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്യും. അച്ഛൻ്റെ ശബ്ദം തന്നെയാണ് ഞാൻ കേൾക്കണം, അച്ഛൻ മുന്നിലിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ ഭാഗവതം ഇങ്ങനെ കേട്ടല്ലേ ഇരിക്കണേ, രാവിലെ 6:30 തുടങ്ങിയാൽ രാത്രി 9 മണിയാകുമ്പോഴേ നിർത്തുള്ളൂ, അതുവരെ ഭാഗവതം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇടയിലൊക്കെ കുറച്ചൊക്കെ തത്വങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും തിരക്കില്ലല്ലോ, ആർക്കും എവിടെയും പോകാനില്ല. അതിനിടയിൽ അയ്യപ്പസ്വാമിയെ തൊഴുക, ഇത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ നിരന്തരം കേൾക്കില്ല. അപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ഉറക്കത്തിലൊക്കെ ഇങ്ങനെ കേൾക്കും, ഭഗവത്ഗീതയൊക്കെ കേൾക്കണം പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു, എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുക, എപ്പോഴും ഭാഗവതം കേൾക്കുക സുനന്ദയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതവിടെ ആരോ വായിക്കുന്നുണ്ട്, ഞാനും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നമ്മളുടെ കൂട്ടത്തിൽ അച്ഛനും ഉണ്ണിച്ചേട്ടനും അല്ലാണ്ട് വേറെ ആരാ ആണുങ്ങളായിട്ടുള്ളത്? പിന്നെ വേറെ അച്ഛനുണ്ട്, ആ അച്ഛനാണെങ്കിൽ അങ്ങനെ വായിക്കുകയൊന്നുമില്ല, അച്ഛൻ അവിടെ ഇരുന്ന് കഴിക്കണമുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്. ഉണ്ണിച്ചേട്ടനും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ ആരാ വായിക്കണേ? അപ്പോൾ വിചാരിച്ചത് അവിടെ കുറച്ച് പേരൊക്കെ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു, അവരാരെങ്കിലും ഭാഗവതം കണ്ടപ്പോൾ എടുത്തിട്ട് അത് വായിക്കണതാവും എന്ന് പറഞ്ഞു. അങ്ങനെ നന്നായി കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ എന്നാലും നന്നായി വായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ ആഹാരം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഞാൻ വേഗം, അപ്പോഴും കേൾക്കുന്നുണ്ട്, കൈ കഴുകി ഞാൻ വേഗം ചെന്ന് ഹോളിൽ ഒന്ന് നോക്കിയപ്പോൾ, ഹോളിലേക്ക് കയറിയപ്പോൾ ഭാഗവതം വായിക്കണ കേൾക്കാനില്ല. അവിടെ ആ ഹോളിൽ ഒരാളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, ആരും ഉണ്ടായിരുന്നില്ല ആ ഹോളിൽ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ പൂന്താനം മുത്തശ്ശൻ്റെ ഭാഗവതം അവിടെ വെച്ച് പോന്നപ്പോൾ പാർവതി പരമേശ്വരന്മാർക്ക് ഭാഗവതം ഇഷ്ടമല്ലേ, അതിരുന്ന് വായിച്ച പോലെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ എന്നിട്ട് വേഗം സെൻറ്റോട് പറഞ്ഞു, ആരും ഇല്ല അവിടെ, ആരും പാരായണം ചെയ്യില്ല. അപ്പം ഇപ്പം തന്നെ ഇതുവരെ ഞാൻ കേട്ടുല്ലോ. ഞാൻ പറഞ്ഞു, അതുവരെ ഞാനും കേട്ടു, ആ മുറിയിലേക്ക് കടന്നപ്പോൾ ഞാനും കേട്ടില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചാൽ ഇതൊക്കെ ഇപ്പം മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയാമെന്ന്, പക്ഷെ അനുഭവിച്ചവർക്ക് അത് മറ്റുള്ളവർക്ക് എന്നാൽ എല്ലാവരോടും ഒന്ന് പറയണം എന്ന് തോന്നി. ചില കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നാറില്ല, അങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞത്. പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, അത് മുഴുവനൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്, പറയണമെന്ന് തോന്നണമില്ല. ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവപ്പെട്ട കഥകളൊക്കെ അതൊന്നും ഈ പറഞ്ഞോണം തന്നെ ചിലതൊന്നും നമുക്ക് ഭഗവാൻ നമുക്കായിട്ട് തരുന്നതാണ്. അത് ഞാൻ അച്ഛനോട് പോലും പറയാത്തൊരനുഭവമാണ്. അങ്ങനെ ഇതൊക്കെയാണ് അനുഭവങ്ങൾ. നമുക്ക് അത്രയും അനുഭവമായിരുന്നു, ഓരോന്നും ഓരോ ദിവസവും അനുഭവിച്ചു. അങ്ങനെ അതൊക്കെ. അപ്പോൾ ഞാൻ ഈ നെയ്യഭിഷേകത്തിന് ഷീട്ടാക്കിയിട്ട് എല്ലാവരുടെ പേരും പ്രേമ പുഷ്പാഞ്ജലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇത് പേരെഴുതിയാൻ പറഞ്ഞു, അയ്യോ പ്രേമ പുഷ്പാഞ്ജലി എന്നാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം അവർക്ക് വേണ്ടിയിട്ട് മനസ്സിൽ എല്ലാവർക്കും നല്ലത് വിചാരിച്ചിട്ട് മനസ്സിൽ ചെയ്താൽ മതി, ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിചാരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം നെയ്യഭിഷേകം കാണാൻ ചെന്നപ്പോഴാണ് അറിയണത് നെയ്യഭിഷേകം ചെയ്യാൻ പറ്റില്ല. തലേ ദിവസം കണ്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല നെയ്യഭിഷേകം കണ്ടില്ല, എവിടെ എന്നും നെയ്യഭിഷേകം ഉണ്ട്. ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞു, നെയ്യ് എങ്ങനെ അഭിഷേകം ചെയ്യുക, എത്രയും തണവത്ത് നെയ്യ് കട്ടയായിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതെനിക്ക് മനസ്സിലായിണ്ടായില്ല. അപ്പോൾ ശിരസ്സിൽ ഒരു കട്ട നെയ്യ് ശിരസ്സിൽ വയ്ക്കും, പിന്നെ നെറ്റീമൽ വയ്ക്കും, പിന്നെ ആ ഭഗവാന്റെ ആ കവിളത്ത് ഇങ്ങനെ വയ്ക്കും, ഇങ്ങനെ ഇവിടെ വയ്ക്കും, അങ്ങനെ അങ്ങനെ വയ്ക്കും, ഓരോ ഭാഗത്ത് കാലുമ്മൽ ഒക്കെ വച്ചിട്ട് പിന്നെ ജലം കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞ് ഈ നെയ്യ് എടുക്കുക, അത്രേ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ തണുപ്പത്ത് അങ്ങനെ നെയ്യ് അഭിഷേകം ചെയ്യാൻ പറ്റും, ഉരുക്കി അഭിഷേകം ചെയ്യാൻ പറ്റും, ഭഗവാന് പൊള്ളില്ലേ. അപ്പോൾ അത് കാരണം കൂടെ അതങ്ങനെ. അപ്പോൾ അതെനിക്ക് ഒരു സങ്കടമായി. കാരണം എന്താ വെച്ചാൽ അത് കൊതിയായിരുന്നു കാണണമെന്ന്, അയ്യോ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം ഉള്ളിൽ. ശബരിമലയിൽ പോയിട്ട് കാണാൻ പറ്റണ എല്ലാം കണ്ടു, ഇത് മാത്രം കണ്ടില്ല എന്നുള്ളൊരു അപ്പോഴേ സങ്കടം തോന്നിയെന്ന് വെച്ചാൽ അത് കുറേ ഒന്നും നിന്നില്ല ഏട്ടത്തിന്. കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്ക് 23-ാം തീയതി മടക്കം വരാനായിട്ട് രാവിലെ ഇതുപോലെ എണീറ്റു. അപ്പം 4:30-ക്കാണ് ഭഗവാൻ. അന്നും കൂടിയും ഭഗവാന്റെ നിർമ്മാല്യ ദർശനവും എല്ലാം കണ്ടിട്ടാണ്. അപ്പോൾ നിർമ്മാല്യ ദർശനമൊക്കെ കണ്ട് അഭിഷേകം കാണാൻ നിൽക്കുകയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് കൊണ്ടുവന്ന് അന്നും തണവുണ്ട്,
അന്നും തടവുണ്ട്, ഞങ്ങൾ ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട്. പക്ഷേ അന്ന് കൊണ്ടുവന്ന് വച്ച നെയ്യ് ഉരുകിയതായത് എങ്ങനെയാണെന്നറിയില്ല. അന്ന് അതിൽ നിർത്തപ്പോൾ നെയ്യ് ഉരുകി. അത് മനസ്സിലാക്കിയിട്ടാണോ എന്തോന്ന് അറിയില്ല. തിരുമേനി ആ നെയ്യെടുത്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇടാൻ നോക്കിയപ്പോൾ ഉരുകിയ നെയ്യ്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുക ചെയ്തു. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല ഇതെന്താ. എന്നെ ഇങ്ങനെ നോക്കി അദ്ദേഹം. ഇതെന്താ ഇത് ഉരുകിയത് കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അഭിഷേകം ചെയ്യണപ്പോഴാണ് അത്ഭുതമായി. ഈ നെയ്യ് ഉരുകിയിലൊന്ന് ശരിക്കും ആ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് അഭിഷേകം ചെയ്തു. അതും ഭഗവാൻ കാണിച്ചു തന്നു. അങ്ങനെ ആ ശബരിമല ദർശനം പൂർത്തിയായി. പിന്നെ മറ്റൊരു അനുഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ പാരായണവും തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദ്വാദശത്തിലെ സംഗ്രഹ അധ്യായം ഉണ്ടല്ലോ, 12ാം അധ്യായം, അത് പാരായണം ചെയ്യാനായിട്ട് 2 അധ്യായം 11ഉം 12ഉം അധ്യായങ്ങൾ പാരായണം ചെയ്യാനായിട്ട് പോയ സ്ഥലമാണ് ശുഗസ്ഥലി. അതൊന്നും എനിക്ക് അറിയണേ ഉണ്ടായില്ല ആ സ്ഥലത്തെ പറ്റിയിട്ട്. കാരണം പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ടാണ് ഭാഗവതം പറഞ്ഞു കൊടുത്തത്. എനിക്കത് നിശ്ചയം ഉണ്ടായിരുന്നില്ല. വലിയൊരു വടവൃക്ഷമാണ്. അത് വെട്ടേയില്ല. എത്രയും പടർന്ന് പന്തലിക്കുമ്പോൾ അതങ്ങനെ അവിടെ വലിയൊരു ചുറ്റുവട്ടത്തിലേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുക. അതിനൊക്കെ ഇങ്ങനെ തൂണിട്ടിട്ട് ഇങ്ങനെ താങ്ങി നിർത്തിയേക്കുക എന്നല്ലാണ്ട് ആ വടവൃക്ഷം വെട്ടേയില്ല അത്ര. അതിലൊരു ആ വടവൃക്ഷത്തിൽ തന്നെ ഒരു ഗണപതിയുടെ രൂപം തന്നെ ഇങ്ങനെ അതിൽ സ്വയം ഒരു ഗണപതിയുടെ രൂപം അവിടെ പ്രകടമായിട്ടുണ്ട്. അതും നമ്മൾ തൊട്ട് തൊഴുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടേക്ക് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ അത്യത്ഭുതമായി. അങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ പോകാൻ സാധിക്കും എന്ന്. അങ്ങനെ അവിടേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അത് അവിടെ ചെന്നപ്പോൾ ശരിക്കും എന്താ പറയുക, ഇങ്ങനെ നെഞ്ഞൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഹൃദയം ഇടുപ്പായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഹൃദയം നിന്ന പോലെ തോന്നി എനിക്ക് ശരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് അച്ഛനോടൊപ്പം ശരിക്കും എനിക്ക് അപ്പോൾ തൊട്ടിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു അത് വായിച്ചു. അത് കഴിഞ്ഞ് ആ വടവൃക്ഷത്തിനെ ഹരേരാമനാമം ജപിച്ചുകൊണ്ട്, എന്നും ഉപാസിക്കണ നാമം ഹരേരാമനാമം. ആ ഹരേരാമനാമം ജപിച്ചുകൊണ്ട് അത് പ്രദക്ഷിണം വച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു, നല്ലോണം നോക്കിക്കോളൂ, ഇത് നല്ലോണം നോക്കും. മാറി നിന്നിട്ട് പറഞ്ഞു, നല്ലോണം നോക്കിക്കാണും. ഇനി എപ്പോഴും ഭാഗവതത്തിലെ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. അങ്ങനെയുള്ള ആ ഒരു ശ്ലോകം ജപിക്കുമ്പോൾ ഈ ഒരു വൃക്ഷം അക്ഷയവടം ഓർമ്മ വരണം. ഇതിൻ്റെ ചോട്ടിലിരുന്ന് കഥ പറയുന്ന ആ പരീക്ഷിത്ത് മഹാരാജാവിനെയും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം കഥ പറയുന്ന ശ്രീശുഖ ബ്രഹ്മർഷിയും പരീക്ഷിത്ത് മഹാരാജാവിനെയും സ്മരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല എന്താണെന്നറിയില്ല, കണ്ണ് നിറഞ്ഞ് നിൽക്കണില്ല. പിന്നെ യാത്രയിൽ മുഴുവനും എനിക്ക് തിരിച്ച് അയ്യപ്പൻ്റെ സന്നിധിയിലെത്തിയിട്ടും അതെ, അന്നത്തെ ദിവസം മുഴുവനും ഇങ്ങനെ അത് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥ പോലെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയായിരുന്നു. അത് ഉള്ളിൽ ഉള്ളത് അല്പമെങ്കിലും ഒരു, എപ്പോഴും ഭഗവാനോട് പറയേണ്ടത്, എന്താ കരിങ്കല്ല് പോലെയാണോ ഭഗവാൻ ഈ ഹൃദയം, അല്പം ഒന്ന് ദ്രവിക്കണില്ലല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതും ഭഗവാൻ ദ്രവിച്ചിട്ടൊന്നാവില്ല. ഭഗവാന്റെ കാരുണ്യം, അതും കാരുണ്യമാവും കണ്ണുനീരായിട്ട് ഒഴുകിയതെന്നാണ് ഞാൻ വിചാരിക്കണേ. അല്ലെ, ദ്രവം ഇത്തിരി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിലനിന്നേനെ, പിന്നെയും അത് നിലനിന്നേനെ. ഒരു ദിവസമൊന്നുമല്ല, പിന്നെ അത് തുടർന്ന് നിലനിന്നേനെ. അപ്പം അതല്ല, എന്താ അറിയില്ല. എന്തായാലും എല്ലാം ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവനാക്കിയോ എന്നൊരു സംശയം തോന്നി ഇതിൻ്റെ ഇടയ്ക്ക്. അച്ഛനും അമ്മയും ഭാഗവതം വായിക്കുന്ന കാലത്ത് 6 മണിക്ക് വന്നിരുന്നാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, പുറംവേദന, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ശരീരമാണല്ലോ, രോഗമുണ്ടാവുമല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ഈ കസാരയിൽ കാലത്ത് 6 മണിക്ക് വന്നിരിക്കണം അച്ഛനമ്മമാർ. വൈകിട്ട് ഞങ്ങൾ 8:30 ഞങ്ങളോടൊപ്പം തന്നെ പോകാറുള്ളൂ സ്ഥിരമായിട്ട്. ഞങ്ങളിപ്പോൾ പലപ്പോഴും പറഞ്ഞു, ഉച്ച നേരത്ത് ഇത്തിരി നേരം കിടന്നോളൂ,
ഞങ്ങളിവിടെ വായിച്ചോളാം, മൂന്നാല് അധ്യായം വായിച്ച് കഴിയുമ്പോൾ പതുക്കെ എണീറ്റ് വന്നാൽ മതി എന്ന് പറയേ അത് പറ്റില്ല. അച്ഛൻ വന്ന് അവിടെ ഇരുന്നിട്ടേ ഭാഗവതം തുടങ്ങുള്ളൂ. അച്ഛനും അമ്മയും വന്നിരുന്നിട്ടേ ഭാഗവതം തുടങ്ങുള്ളൂ. അത്രയും സ്ട്രെയിൻ ചെയ്യാന്ന് നമുക്കാണ് കേട്ടോ. നമുക്ക് ശരീരബോധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് സ്ട്രെയിനിങ് ഒന്നും ഭഗവാന്റെ അനുഗ്രഹം തന്നെയെന്ന് അദ്ദേഹം ബോധിച്ചതാണ്. ശരീരത്തിനെ ശ്രദ്ധിക്കണില്ല, അദ്ദേഹം ഭഗവാനെ മാത്രം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അച്ഛനായാലും അമ്മയായാലും അതെ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ കയറിയിരുന്നു. എന്നാൽ ഇത്തിരി നേരം ഇനി ട്രെയിനിൽ വിശ്രമിച്ചോളൂ, ഇനി എല്ലാവരും മൗനം പാലിക്കട്ടെ, എല്ലാവരും ഇതിനെ മനനം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. എവിടെ അച്ഛൻ കേൾക്കണം, അച്ഛന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ടും അച്ഛൻ ഇങ്ങനെ സത്സംഗം, അത് സത്സംഗം ട്രെയിനിലെ സത്സംഗം എല്ലാവർക്കും 18 പേർക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പേര് വന്നിരുന്ന് അവരെനിറ്റ് പോകുമ്പോഴാവും അടുത്ത പേര് വന്നിരിക്കുക. അപ്പോൾ അവരോട് പറയും, അവരെനിറ്റ് പോകും. അപ്പോഴേക്കും ആദ്യത്തെ ആൾക്കാർ ആദ്യം വന്നിട്ടുണ്ടാവും ഇത് കേൾക്കാനുള്ള കൊതി കൊണ്ട്. അങ്ങനെ അച്ഛൻ പൂർണ്ണമായിട്ടും സത്സംഗം തന്നെയായിരുന്നു. അവിടെയും ഒരു ശരീരത്തിന് ഭഗവാന്റെ കാരുണ്യമാണ്, ഗുരുനാഥൻ്റെ കാരുണ്യമാണ്. അച്ഛൻ എപ്പോഴും പറയും ഗുരുനാഥൻ്റെ കാരുണ്യം. അച്ഛൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചിന്മയാനന്ദ ഗുരുവായൂരപ്പ ചിന്മയാനന്ദ സരസ്വതിയുടെ സ്വാമികളുടെ ചിന്മയാനന്ദ സ്വാമികളുടെ കാര്യം എപ്പോഴും അച്ഛനാ ഗുരുനാഥനെയും ഗുരുവായൂരപ്പനെയും. അപ്പം അച്ഛനെപ്പോഴും പറയാം 2G കൃപയാണ് എനിക്ക് എപ്പോഴും 2G കൃപയാണെന്ന് പറയും. ഗുരുവായൂരപ്പനും ഗുരുനാഥനും ഗുരുനാഥനും ഗുരുവായൂരപ്പനും അദ്ദേഹത്തിനും ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്മരാമി ചിന്മയം, ഞാനന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു അച്ഛൻ ഗുരുനാഥനെ പറ്റിയിട്ട് എഴുതിയിട്ട് സ്മരാമി ചിന്മയം എന്ന് പറഞ്ഞിട്ടൊരു അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ വീണ്ടും വീണ്ടും എടുത്ത് പറയും. അതിലെഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും. അപ്പം അച്ഛൻ പറയണേ അതിൽ ഗുരുനാഥൻ അച്ഛനയച്ച കത്തുകളൊക്കെ അങ്ങനെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് പോലെ അതിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ കള്ളം പറയാമെന്ന് ആരും പറയരുത് എന്ന്. അങ്ങനെ ശരിക്കും അത്രയും നല്ലൊരു അനുഭവമായിരുന്നു. ആ അനുഭവം ജീവിതത്തിൽ മുഴുവനും അനുഭവിക്കാനായിട്ട് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയല്ലോ. നിങ്ങളുടെ ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മറ്റൊരു കാര്യം പറയാൻ മറന്നു. അതെന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ദിവസം അവിടെ ഗംഭീര ഭജനയാണ് കേട്ടോ. ഈ വിഷ്ണു തിരുമേനിയുടെ വൈഫ് ബിന്ദുവും പിന്നെ ഒരു മിനി എന്ന് പറഞ്ഞ കുട്ടിയും ഞങ്ങൾ ചെന്നപ്പോൾ അവരും മിനിയുടെ ഹസ്ബൻഡ് അങ്ങനെ ഉണ്ടായുള്ളൂ. പക്ഷേ എല്ലാ ശനിയാഴ്ചയും അവിടെ ഭക്തർ കൂടിയിട്ട് അവരെല്ലാവരും കൂടിയിട്ട് നല്ല ഭജനയാണ്. അതിങ്ങനെ ചിട്ടയോട് കൂടിയിട്ടാണ് ഓരോന്ന് ഗുരുനാഥൻ, ഗണപതി, ഗുരുദേവൻ അങ്ങനെ പറഞ്ഞ് ചിട്ടയോട് കൂടിയിട്ടുള്ള അതിൽ നല്ല നല്ല നന്നായി പാടും. ബിന്ദുവൊക്കെ നന്നായിട്ട് പാട്ട് തന്നെ നന്നായിട്ട് നന്നായി പാടും. ഓരോന്നും നമുക്ക് അത്രയും അനുഭവമായി. അതിൽ പടിപൂജ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പാടുന്നുണ്ട്. കൊച്ചു കുട്ടികളടക്കം അത് പാടും. അയ്യോ എന്തൊരു അനുഭവമായിരുന്നു അതെന്ന് പറഞ്ഞാൽ പറ്റില്ല. ശരിക്കും അതും ഭഗവാൻ അയ്യപ്പസ്വാമി ആ പടിപൂജ പാടിയിട്ട് ശരിക്കും നമ്മളത് ഓരോ പൂജയും കാണണ പോലെ അതും അനുഭവിച്ചു. ഹരിവരാസനം പാടി സമർപ്പിച്ചു. അപ്പോൾ അവർ അവിടെ പറഞ്ഞു, അവരവിടെ അത്താഴപൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണ എന്നുള്ള പാട്ട് പാടാറുണ്ടെന്ന്. അപ്പോൾ ആ പാട്ടിനെ ആരോ ചോദിച്ചതാണ്, നിങ്ങൾക്കൊരു പാട്ട് അറിയാം അത്താഴപൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണ? പിന്നെ ഞങ്ങളിവിടെ എല്ലാ ശനിയാഴ്ചയും പാടുന്നതാണ്, ഇന്ന് മാത്രമേ പാടാൻ നേരം കിട്ടാണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത്താഴപൂജ കഴിഞ്ഞുവല്ലോ കൃഷ്ണ എന്ന് എഴുതിയ പാട്ട് എഴുതിയത് ആരാന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ഇത് ആദ്യം പറയണ്ടേ എന്നാൽ ഞങ്ങൾ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ, അപ്പോൾ അയ്യപ്പസ്വാമി എന്നോ ഒരു നിയോഗം, അത് കേട്ടിട്ടാവും ചിലപ്പോൾ അയ്യപ്പസ്വാമി ഒരു നിയോഗം വച്ചിട്ടുണ്ടാവുക, ഇവിടേക്ക് വരാനായിട്ട് ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടാവുക, അറിയില്ല. പിന്നെ ആ കുട്ടികൾ ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിലുള്ള ഒരു ബിജു ആ കുട്ടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എപ്പോഴും അതെ ആ മോൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥനയും മനസ്സിലുണ്ട്. അവൾ പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും ആ മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവളുടെ ഹസ്ബൻഡ് ഇത്തിരി വയ്യാണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. കാരണം അമ്മ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ
എന്നിലൂടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആ മോൾക്ക് അറിയാം. അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഭഗവാന്റെ പാദത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ ഇത് ഇനി എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അടുത്ത സത്സംഗത്തിൽ പറയാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമായെന്ന് വിചാരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പിന്നെ ഓരോന്ന് ഓർമ്മ വരിക. ശുഗസ്ഥലിൽ പോയപ്പോഴേ എനിക്ക് വൃന്ദാവനത്തിൽ കൂടെ പോണ പോലെയാണ് തോന്നിയത്. വഴിയിൽ കാണുമ്പോൾ മുഴുവൻ ഇത് വൃന്ദാവനാണ്. അതുപോലെ അവിടെ 2 ആശ്രമങ്ങളിൽ പോയി, അപ്പോഴും അതെ. പുറത്തിറങ്ങിയപ്പോൾ വൃന്ദാവനത്തിൽ പശുക്കളും അത് ഓരോ ഗലികളിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇത് വൃന്ദാവനാണെന്ന്. അതുപോലെ അവസാന ദിവസം ഭാഗവതമൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, സമർപ്പിക്കുന്നതിന് മുമ്പ് ആ ശുഗസ്ഥലിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്യാനും സാധിച്ചു. ആ ഗംഗയിൽ സ്നാനം ചെയ്യാൻ കാലത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഗംഗയിൽ അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ശ്വാസം വിലങ്ങി. അപ്പോൾ പറഞ്ഞു, എനിക്ക് കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ, മുങ്ങാനൊന്നും പറ്റില്ല, അനങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. എന്താ അറിയില്ല അങ്ങനെ ഒന്നും. അപ്പോൾ ഒരമ്മ കപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ് കൊണ്ട് കോരി തലയിലൊഴിച്ച് ഇങ്ങോട്ട് കയറാൻ നോക്കിയപ്പോഴേക്കും ശ്വാസം ശരിയായി. അപ്പോൾ വേഗം ഇറങ്ങി മുങ്ങി കയറി. എനിക്ക് അതൊക്കെ ഇങ്ങനെ കണ്ണൻ്റെ ഒരു വികൃതിയായിട്ട് കൂടെ നിന്നിട്ട് ഇങ്ങനെ വികൃതി കാട്ടില്ലേ. ഈ ഓരോ നിമിഷവും ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നു. കണ്ണൻ ഇങ്ങനെ വികൃതി കാട്ടിക്കൊണ്ട് അവിടെ കാണുന്നതൊക്കെ വൃന്ദാവനമായിട്ട് തന്നെ തോന്നിയ ശുഗസ്ഥലിയിൽ പോകുമ്പോഴായാലും. പിന്നെ അച്ഛനെ ഓരോ വാക്കുകൾ ഇങ്ങനെ പറയണത്. അതിൽ അച്ഛനൊരു വാക്ക് എത്തിയപ്പോൾ വൈഷ്ണവീയം എന്ന് ഭാഗവതത്തിലൊരു വാക്ക് പറഞ്ഞപ്പോൾ അക്ഷരം തെറ്റിയതാണോ വൈഷ്ണവീയം എന്നുള്ളത് എന്നൊക്കെ ചോദിച്ചു ഞങ്ങളോട്. ഞങ്ങൾക്കുണ്ടോ എന്തെങ്കിലും അറിയണോ? അപ്പം അച്ഛൻ പറഞ്ഞു അക്ഷരം തെറ്റിയതല്ല, വൈഷ്ണവീയം എന്ന് പറഞ്ഞാൽ വേണു എന്ന് വെച്ചാൽ മുളയുടെ കൂട്ടം. വൈഷ്ണവീയം അതിലെ അഗ്നി അത് തീ പിടിച്ച കഥ അങ്ങനെ പറഞ്ഞതാണ് വൈഷ്ണവീയം എന്നൊരു വാക്ക്. അപ്പം മുള കാണുമ്പോഴും ഭാഗവതം ഓർമ്മ വരും. ആ വൈഷ്ണവീയം അതൊക്കെ ധാരാളം മുളക്കൂട്ടങ്ങളൊക്കെ അങ്ങനെ കണ്ടു. പറഞ്ഞിട്ട് തീരണില്ല. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും ഓർമ്മ വരണമില്ല. ഇനിയും ഒരുപാട് പറയാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായി, അതൊക്കെ മറന്നുപോയി. എന്നാലും ഇനി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പറയാം. രാധേശ്യാം രാധേശ്യാം രാധേ.